ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയോട് രേവതി പറയാണ്, ഞാൻ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞതെങ്കിൽ തെറ്റായിപ്പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്ക്. ഈ വീട്ടിലെ അടുക്കള വേലയൊക്കെ ചെയ്ത് ഞാൻ ഈ മുക്കിൽ കൂടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചണിലെ ആ പാത്രങ്ങൾ തൊടുമ്പോഴേക്കും രേവതിയുടെ കൈ പൊള്ളണം കേട്ടോ. ഇതേ സമയം സച്ചിക്കത് സഹിക്കില്ല. സച്ചി പറയാണ്, എന്താ രേവതി നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതി പറയാണ്, നിങ്ങൾ വാക്കിലൂടെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു സ്നേഹം, എന്നാൽ പ്രവൃത്തിയിൽ അതില്ല. എൻ്റെ അമ്മ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എൻ്റെ അമ്മ നിങ്ങളെ കുറിച്ച് എന്തെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, എൻ്റെ അമ്മ നിങ്ങൾക്ക് എന്തുമാത്രം സ്ഥാനമാനങ്ങളാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ അനിയനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? അവനൊരു കൊച്ചു പയ്യനല്ലേ, അവനിനി കോളേജ് പഠിപ്പില്ലല്ലോ, അവൻ്റെ കൈയല്ലേ നിങ്ങളെ ഒടിച്ചത്. രേവതി, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും അവൻ ചെയ്ത പ്രവൃത്തി എന്തെന്ന് നീ കേൾക്കെന്ന് പറയുമ്പോൾ രേവതി ഞെട്ടലോടെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. രേവതിയുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ സച്ചിക്ക് പേടിയാവാണ്. അങ്ങനെ സച്ചി പറയാൻ വന്നത് പറയില്ല. ഈ സമയം വീണ്ടും പറയാണ്, അവൻ ചെയ്തത് എന്ത്? ആൻ്റണിയും മഹേഷുമായി വഴക്കിനിടയിൽ എന്തിനാ സച്ചേട്ട അവനെ അടിച്ചത്? അവൻ പാവമല്ലേ, അവനൊരു കൊച്ചു പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞതായോ തെറ്റ്? എല്ലാവരുടെ സങ്കടം ആരോടും പറയാം, പക്ഷേ എനിക്ക് എൻ്റെ സങ്കടം വിളിച്ചു പറയാൻ ആരുമില്ലല്ലോ. കാരണം ഞാൻ പാവപ്പെട്ടവളല്ലേ, പാവപ്പെട്ടവരെ ആർക്കും എന്തും ചെയ്യാലോ, ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക് എന്നും പറഞ്ഞിട്ട് സച്ചിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് സഹിക്കാൻ കഴിയാതെ സച്ചി രേവതിയുടെ മുന്നിൽ നിന്നും പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി തൻ്റെ കൂട്ടുകാരി സത്യഭാമയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. സത്യഭാമ, ആ കുടിയനും പൂക്കെട്ടുകാരിയും കൂടി ഭയങ്കര വഴക്കാണ് ഇവിടെ നടന്നത്. അതിന് മാത്രം എന്താ പ്രശ്നം? അതെ, അവളുടെ അനിയനുണ്ടല്ലോ, ആ ബൈക്ക് മോഷണക്കാരൻ, അവനെ സച്ചി അടിച്ചുത്രേ. അത് കേൾക്കുന്ന സത്യഭാമ പറയാണ്, വെറുതെ ഒന്നും സച്ചി ആരെയും അടിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ, അവനെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും, അവനങ്ങനെയുള്ള പയ്യനല്ലേ, അവൻ ബൈക്ക് മോഷണക്കാരനല്ലേ, അവനതും അതിലപ്പുറവും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എന്തായാലും സച്ചിയും രേവതിയും തമ്മിൽ വഴക്കായോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതി പറയാണ്, അടയും ചക്കരയും പോലെയായിരുന്നു, ഇപ്പോഴെന്താ ഉണ്ടായത്? അവർ തമ്മിൽ വഴക്കായി. എന്തായാലും അവരുടെ വഴക്ക് കാണാൻ നല്ല രസമുണ്ട്. പൂക്കെട്ടുകാരിയും ഗുണ്ടയും തമ്മിൽ എന്നും വഴക്ക് തന്നെയാണ്, അത് അങ്ങനെയൊക്കെ തന്നെയല്ലേ വരുള്ളൂ. എന്തായിരുന്നു അവനിവിടെ കിടന്ന് കാണിച്ചിരുന്നത്? അവന് എങ്ങനെയാണ് അവളെ തലയിൽ വെക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങനത്തെ പ്രവൃത്തികളാണ് ആ കുടിയൻ അവളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനു പറയണ, സ്വന്തമായിട്ടൊരു പൂക്കട ഇട്ട് കൊടുത്ത്, അതും പോരാഞ്ഞ് വേറെയും പണി ചെയ്ത് കൊടുത്ത് അവനെ എന്തോ പേര് പറയല്ലോ, എന്താണ് ആ സാധനത്തിൻ്റെ പേര് എന്നും പറഞ്ഞിട്ട് ചിക്കൻ 65 അതും അതുപോലെ തന്നെ അലുവയും ഒക്കെ മേടിച്ചു കൊടുത്തു. ഈ വാക്കുകളൊക്കെ കേട്ട് സത്യഭാമ ചിരിക്കാനായിട്ടാ. ഈ സമയം ഇതൊക്കെ ചെയ്ത് അവളെ തലയിൽ കയറ്റുമ്പോൾ ആലോചിക്കണമായിരുന്നു അവൾ ഇങ്ങനെയൊക്കെ തിരിച്ചടി തരുമെന്ന്. ഇപ്പോൾ അവളിവിടെ കിടന്ന് കരയാണ്. അവനും അവളും പഴയതുപോലെ തന്നെ ആയി, കീരിയും പാമ്പും പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന 2 മരുമക്കൾ, അവരെ ഒന്ന് നോക്കി, ഞാൻ ഉണ്ടാക്കിയ ബന്ധമാണ്. ശ്രീകാന്തും വർഷയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് റൂമിനുള്ളിൽ അടങ്ങും, പുറത്തൊരാളെ അറിയിക്കില്ല. എന്നാൽ എൻ്റെ ശ്രുതിയും അവർ തമ്മിൽ ഒരു വഴക്കേയില്ല. എന്താണ് അവരുടെ സ്നേഹം, അത് കണ്ടാൽ തന്നെ കൊതിയാവും. എന്നാൽ കുടിയനും പൂക്കെട്ടുകാരിയും ഇന്നും ഇവിടെ വഴക്കാണ്. കുറച്ച് ദിവസം എന്തൊക്കെയാണ് അവൾ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി സത്യഭാമേ, എനിക്ക് സന്തോഷം കൊണ്ട് അടക്കാൻ കഴിയുന്നില്ല. അത് അങ്ങേരുണ്ടാക്കി കേട്ടല്ലേ, അത് അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്നും പറഞ്ഞിട്ട്, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നും പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, എന്താ നിൻ്റെ വീട്ടിൽ മാത്രമേ ഇങ്ങനെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ, ഞാനുണ്ടാക്കിയ ബന്ധങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല സത്യമേ. പ്രശ്നം അവരുണ്ടാക്കിയ ആ ബന്ധത്തിന് കുടിയനും അതുപോലെ തന്നെ പൂക്കെട്ടുകാരിക്കും മാത്രമാണ് പ്രശ്നം. അവർ കുറച്ച് ദിവസം അടയും ചക്രയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ഇപ്പം മോങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് നോക്കുന്നത് രവിയുടെ മുഖത്തോട്ടായിരിക്കും കേട്ടോ. രവിയെ കാണുന്ന ചന്ദ്രമതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഫോൺ വെക്കുന്ന സമയത്ത് ചന്ദ്രമതി ഭാമയോട് പറയുന്നുണ്ട്, ഭാമയെ എന്തായാലും അവർ തമ്മിൽ ഇപ്പോൾ അടുത്ത് തന്നെ പിരിയും, അപ്പോൾ ഞാനിവിടെ പടക്കവും പായസമൊക്കെ വെക്കും, നിന്നെ ഞാൻ വിളിക്കാം, വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവിയുടെ മുഖത്തോട്ട് നോക്കുന്നതായിട്ട്. രവിയെ കാണുന്ന ചന്ദ്രമതി ആകെ പരിങ്ങട്ടോ. പിന്നീട് അവിടെ നിന്നും പതുക്കെ അങ്ങ് പോകാൻ നോക്കുമ്പോഴേക്കും, നീ അവിടെ നിന്നേ ചന്ദ്രേ, അതെ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ഭാമയോട് വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുള്ളത് ഞാൻ അശോകനോട് വിളിച്ച് പറയട്ടെ. അത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് പേടിയാവണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്തിനാ ഇപ്പോൾ അശോകന് വിളിക്കുന്നത്? പിന്നെ നീ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഭാമയോട് പറയുന്നത്? എന്തായാലും സച്ചിയും രേവതിയും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവും. അവർ 2 പേരും ഈ വീട്ടിലെ മകനും മരുമകളാണ്, അത് നീ മനസ്സിലാക്കണം. അയൽവക്കത്തുള്ള എന്തോ പ്രശ്നം നടന്നതുപോലെയാണല്ലോ നീ ഇപ്പോൾ ഭാമയോട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത്. നിൻ്റെ മകനെ കുറിച്ചാണ് നീ കുറ്റങ്ങൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെയുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ, അതെ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്, ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ചൂടാവുന്നത്? അതെ ലോക്കൽസിനെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ലോക്കൽസൊക്കെ ഇങ്ങനെ തന്നെ
എന്ന് പറയുമ്പോൾ, എടി ലോക്കൽസ് നിൻ്റെ അച്ഛനും അമ്മയാണ്. നിങ്ങളെൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ബ്രിട്ടീഷ് കുടുംബത്തിൽ നിന്ന് വന്നതാണോ? അത് കേൾക്കുന്നതിനോട് കൂടി അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നിങ്ങളെൻ്റെ അച്ഛനെ പറയരുത്. അതുപോലെ തന്നെയാടി എൻ്റെ മകനെക്കുറിച്ചും എൻ്റെ മരുമകളെക്കുറിച്ചും നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇതുപോലൊക്കെ തന്നെ വരും. അതുകൊണ്ട് നീ ലോക്കൽസ് എന്ന വാക്കുകളൊന്നും സച്ചിയെ പറയണ്ട. എന്തായാലും അവരിവിടെ നിന്ന് മാറി താമസിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. അതെന്തിനാ അവരിവിടെ നിന്ന് മാറി താമസിക്കുന്നത്? അവരെന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ പിരിയും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള വായിൽ തോന്നുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. നീ വെറുതെ അവരെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സച്ചിയെക്കുറിച്ച് അവർ കാരണമാണല്ലോ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത്. എൻ്റെ വേറെ 2 മരുമക്കളുണ്ടല്ലോ, വേറെ 2 മക്കളുണ്ടല്ലോ, അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അധികം കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട, കൂടുതലായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്നും പോവാണേട്ടാ. ഈ സമയം രവിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ നിസ്സഹായാവസ്ഥയോടുകൂടി രവി നിൽക്കണം കേട്ടോ. പിന്നീട് മഹേഷിനെയാണ് കാണിക്കുന്നത്. മഹേഷും മഹേഷിൻ്റെ ഫ്രണ്ട്സുകളും കൂടി ടാക്സി സ്റ്റാൻഡിൽ നിന്ന് അമ്മായിമ്മയും മരുമകളുടെയും ആ ഓട്ടത്തെക്കുറിച്ച് ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ആൻ്റണി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആൻ്റണിയെ കാണുന്ന മഹേഷും കൂട്ടാളികളും ചോദിക്കുകയാണ്, ഇനി എന്തിനാ ആൻ്റണി നീ വീണ്ടും വന്നിരിക്കുന്നത്? നിൻ്റെ പലിശ സഹിതം ഞങ്ങളെല്ലാവരും അവിടെ എത്തിച്ചതല്ലേ? അതെ, ഞാൻ നിങ്ങളോട് പലിശ ചോദിക്കാനൊന്നല്ല വന്നത്, പിന്നെ നീ എന്തിനു വന്നു എന്ന് മഹേഷ് ചോദിച്ച ഉടൻ തന്നെ, എനിക്കെൻ്റെ മുതൽ കിട്ടാനാണ്, ഇനി മുതൽ മതി, എനിക്കിനി നിങ്ങളുടെ പലിശ വേണ്ടെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ബാക്കിയുള്ളവരെല്ലാം പറയാണ്, നീ ഇപ്പോൾ പെട്ടെന്ന് മുതൽ ചോദിച്ചാൽ ഞങ്ങളെ എങ്ങനെ എത്തിക്കാനാണ്? ഒരു 20,000 രൂപ പലിശ നിന്നിൽ എത്തിക്കാൻ ഞങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. എന്തിനാപ്പോൾ ഞങ്ങളോട് നീ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത്? നന്ദിയില്ലാത്തവരാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി ഒരു സഹായം ചെയ്യില്ല, അതുകൊണ്ട് എൻ്റെ പണം എനിക്ക് തരണം. അത് കേൾക്കുന്ന മഹേഷ് പറയണേ, ഞങ്ങൾ ഈ കണ്ട പേര് എല്ലാവരും കൂടി ഒരുമിച്ച് നിനക്ക് പണം തരണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളോളം വരില്ല, അതെങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തരാനാണ്? പെട്ടെന്ന് ഒരാളോട് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പണം തരും എന്നൊക്കെ പറയുമ്പോൾ, നന്ദിയില്ലാത്ത കൂട്ടങ്ങൾക്ക് പണം നൽകേണ്ട ആവശ്യം എനിക്കില്ല. ആ സച്ചി, അതായത് ആ ഗുണ്ട വന്ന് ഞങ്ങളെ അടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നോക്കി നിന്നവരാണ്, അതിന് കൂട്ടു നിന്നവരാണ് നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഹേഷ് പറയണേ, അവൻ ഗുണ്ടയല്ല, അവൻ നല്ലവനാണ്, അവൻ നല്ല മനസ്സുള്ളവനാണ് എന്നൊക്കെ പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് കൂറ് അവരോടാണ്, എന്നാൽ നിങ്ങൾ അവരോടൊപ്പം നിന്നോ, എൻ്റെ പണം ഇങ്ങ് തിരിച്ചു തന്നേക്കേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും ആൻ്റണി പോവാണ് കേട്ടോ. നിങ്ങൾക്ക് 3 ദിവസത്തെ അവധി തരുള്ളൂ, 3 ദിവസം, ആ 3-ൻ്റെ എൻ്റെ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ ഈ ആൻ്റണി ആരാണെന്ന് ശരിക്കും അറിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ മറ്റുള്ളവരെല്ലാം സച്ചിയെ കുറ്റപ്പെടുത്താണ് കേട്ടോ. സച്ചി അത്രയും കാണിക്കണ്ടായിരുന്നു, സച്ചി അത്രയും അടിക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹേഷ് പറയണേ, സച്ചി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? സച്ചി നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ വഴക്കുണ്ടാക്കിയത്? അല്ലെങ്കിൽ സച്ചിയുടെ ഗുണ്ടായുസം കുറച്ച് കൂടുതലാണ്, അവനെ കുറച്ച് എടുത്തുചാട്ടത്തിൽ ഒരുപാട് തല്ലി മഹേഷിനെ, അത്രയൊന്നും തല്ലരുതായിരുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ആ നിസ്സഹാവസ്ഥയിൽ മഹേഷ് നിൽക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർ പറയണേ, ഇനിയിപ്പോൾ ആന്റണി പറഞ്ഞത് കേട്ടില്ലേ, 3-ൻ്റെ അന്ന് പണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ ടാക്സ് പിടിച്ചെടുത്താൽ നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ ടെൻഷനോടുകൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം മഹേഷിനാണെങ്കിൽ സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. പിന്നീട് വർഷയാണ് കാണിക്കുന്നത്. വർഷ അതീവ സുന്ദരിയായി കണ്ണാടിയിൽ നോക്കിയിട്ട്, ദേ ശ്രീകാന്ത് എന്നെ ഒന്ന് നോക്കിയായി, കമ്മൽ എങ്ങനെയുണ്ട്, ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ സമയമായി, ഞാൻ തിരക്ക് പിടിച്ച് പോവുകയാണെന്ന് പറയുമ്പോൾ, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ ഓർമ്മയില്ലേ ശ്രീകാന്ത്? ഇന്നെന്താ പ്രത്യേകത? ഇന്നത്തെ നമ്മുടെ ദിവസം എന്താണെന്ന് നീ ഒന്ന് ഓർത്ത് നോക്ക്, എൻ്റെ ഓർമ്മയിലില്ല, നീ ഒന്ന് വേഗം പറ എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എന്ത് മാസങ്ങളെ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പോഴേക്കും 1 വർഷമായിരുന്നോ? നീ എന്തായി പറയുന്നത്? അങ്ങനെയല്ല, ഞാനും നീയും ആദ്യമായി കണ്ടുമുട്ടിയ ആ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് നിൻ്റെ തലക്കിട്ട് ഒന്നാണ്ട് തരുമെന്ന് പറഞ്ഞ് വർഷ ശ്രീകാന്തിനെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ രണ്ടാളും ബെഡിലോട്ട് ചെന്ന് വീഴാനിട്ട. പിന്നീട്, എടോ നീ ഈ ദിവസങ്ങളൊക്കെ ഓർത്ത് വെക്കുന്നുണ്ട്? പിന്നെ നിന്നെ കണ്ടുമുട്ടിയ ദിവസം, അവിടുന്ന് അങ്ങോട്ട് നീയും ഞാനും പ്രണയിച്ച ദിവസം, പിന്നീട് അങ്ങ് എന്തൊക്കെയോ ഉണ്ടായോ അതൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ വർഷം എണ്ണി പറയാനിട്ട്. ഈ സമയം നിനക്കെന്താ വട്ട, ഇതൊക്കെ ആരെങ്കിലും ഓർമ്മയിൽ വെക്കോ? നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ശ്രീകാന്തിൻ്റെ കൈകൾ പിടിച്ചിട്ട് രവിയുടെ അടുത്തോട്ട് വരാനിട്ട. ഈ സമയം രവിയുടെ പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയണേ, നീ എന്നെ ഒന്ന് വിട്ടേ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഹർഷ വിളിക്കുകയാണ്. അപ്പോൾ നീ എന്നെ വിടേ എന്ന് പറയുമ്പോൾ, എടാ നീ അവിടെ നിൽക്കടാ, അവൾക്ക് എന്തോ പറയാനുണ്ടെങ്കിൽ അവൾ അത് പറഞ്ഞു പോട്ടെ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഇരുന്നേന്ന് പറയാനായിട്ട്. അങ്ങനെ ശ്രീകാന്തും ഹർഷയും കൂടിയിട്ട് രവിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എന്താ മോളെ, എനിക്ക് എന്നോട് ചോദിക്കാനുള്ള കാര്യം എന്താണെങ്കിലും വെട്ടിത്തുറന്ന് പറ എന്ന് പറഞ്ഞ ഉടനെ, അതെ ആൻറ്റിയെ കണ്ട ദിവസം എന്നാണെന്ന് അച്ഛന് ഓർമ്മയുണ്ടോ? ആൻറ്റിയെ ഞാൻ കണ്ട ദിവസം എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയാം, അതൊക്കെ എങ്ങനെ ഓർക്കാൻ, എത്ര വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യമാണ് നീ ചോദിക്കുന്നത്, അതൊന്നും അച്ഛൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ആര് പറഞ്ഞു? 1929 ടൈം ഇത്ര ദിവസം 10 മണിക്ക്, ഇന്നേ
ഇന്ന ദിവസം അവളിങ്ങനെ എൻ്റെ മുന്നിൽ വന്നത്, അവളെ ആദ്യമായി പെണ്ണ് കാണാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വർഷ പറയണം അന്ന് ആൻറ്റി എടുത്ത സാരിയുടെ കളർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സാരിയുടെ കളറും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ കാണുന്ന ശ്രീകാന്ത് ആകെ കിളി പോവാണ് കേട്ടോ. അങ്ങനെ അവളെ കണ്ട ദിവസം വന്ന് അവൾ തലയിൽ മുല്ലപ്പൂ ചൂടിയിരുന്നു, വളയിട്ടിരുന്നു, പാദസരമിട്ടിരുന്നു. ആ പാദസരത്തിൻ്റെയും വളയുടെയും കിളിക്ക ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ റൊമാൻറ്റിക്കിലോട്ട് പോകുമ്പോൾ അവിടെ ശ്രീകാന്ത് ഞാൻ പോട്ടെ, എനിക്ക് റെസ്റ്റോറൻറ്റിൽ തിരക്കുണ്ട്, നീ ഇങ്ങ് വായ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി അച്ഛാ, ഇനി ഞാൻ തിരിച്ചു വരുമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ രവി ഇങ്ങനെ ചിരിക്കണം കേട്ടോ. ഇതേ സമയം നേരെ വർഷം കൊണ്ടുപോകുന്നത് ശ്രീകാന്തിൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ്, ചന്ദ്രമതിയുടെ അടുത്തോട്ടാണ്. അപ്പോൾ വർഷ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ മോളെ കോഫിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട ആൻറ്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആൻറ്റി ആദ്യമായി അങ്കിളിനെ കണ്ട ദിവസം എന്നാണ്? അതൊക്കെ ഇപ്പോൾ ആരും ഓർത്ത് വെക്കുന്നത്, അതിപ്പോൾ എന്നും എൻ്റെ ഓർമ്മയിലില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് നിൻ്റെ അമ്മ നിൻ്റെ പോലെ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ പെട്ടത് കിളി പോയിട്ടോ. ഈ സമയം അയ്യോ പറയണ്ടായിരുന്നില്ല എന്ന ഭാവത്തിൽ ചന്ദ്രമതി നിൽക്കുമ്പോൾ ഉടൻ തന്നെ എന്താ മോളെ ചോദിച്ചത്? അല്ല ആൻറ്റിയെ കണ്ട ദിവസം എന്തിന്, ആൻറ്റിയെ കണ്ട ആ ടൈം, ആൻറ്റിയെ കാണുമ്പോൾ ആൻറ്റി എടുത്തിരുന്ന സാരി, മുല്ലപ്പൂ, ഇതെല്ലാം അങ്കിളിന് ഓർമ്മയുണ്ട്. അത് കേൾക്കുന്ന ചന്ദ്രമതിയുടെ കിളി പോയി തുടങ്ങാനായിട്ട്. അങ്ങനെ ചന്ദ്രമതി വളരെ റൊമാൻറ്റിക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാണത്തോടു കൂടി ആദ്യമായി കണ്ട ആ ഒരു ചന്ദ്രമതിയുടെ ആ നിൽപ്പുണ്ടല്ലോ, അതായത് രവിയെ കാണുന്ന ആ ഒരു നിൽപ്പ്, ആ ഒരു ലെവലിൽ കാണുമ്പോൾ ശ്രീകാന്ത് നിൻ്റെ അമ്മ നിൻ്റെ പോലെ തന്നെയാണ്, എല്ലാം പറയുമ്പോഴേ ഓർമ്മയുള്ളൂ, അല്ലാതെ ഒന്നും ഓർമ്മകളില്ല, അങ്ങനെയല്ല അങ്കിളുടേത്, അങ്കിൾ ആത്മാർത്ഥമായി നിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിയുടെ കിളി പോയി തുടങ്ങിയിട്ട് ചന്ദ്രമതി വല്ലാതെ അങ്ങ് മനസ്സ് അലിഞ്ഞും കൊണ്ട്, അതായത് വളരെ റൊമാൻസ് ആയും കൊണ്ട് രവിയുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ. രവിയേട്ട എന്ന് പറയുമ്പോൾ രവിയാണെങ്കിൽ പഴയകാല ഓർമ്മകൾ ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കുന്ന ആ സമയമായിരിക്കും. അപ്പോൾ നാണത്തോടു കൂടി തൻ്റെ മുന്നിലോട്ട് വരുന്ന ഭാര്യയെ കാണുമ്പോൾ രവി ആ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കഴേട്ട. അങ്ങനെ ഉടനെ തന്നെ രവിയേട്ട കോഫി ചോദിച്ചിരുന്നൂലേ, ആ കോഫി ചോദിച്ചിട്ട് ഒത്തിരി നേരമായി, എന്നാൽ ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാട്ടോ എന്ന് ചന്ദ്രമതി നാണത്തോടു കൂടി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് രവി പറയുന്നു അന്ന് കണ്ട ചന്ദ്രമതി തന്നെ കുറച്ച് തടിച്ചു എന്നല്ലാതെ വേറൊരു വ്യത്യാസവുമില്ല, അന്നത്തെ അതേ ഭാവം, അന്നത്തെ അതേ നിൽപ്പ്, അന്നത്തെ അതേ നാണം എല്ലാം എനിക്ക് മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നോക്കി നിൽക്കണം കേട്ടോ. അങ്ങനെ നല്ല കിടുക്കൻ എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്.